ഹലോ കൂട്ടുകാരെ, ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഈ 2 സ്ലൈസ് ഫിഷ് ബേക്ക് ചെയ്യുകയാണ്. ഇത് കിങ് ഫിഷിൻ്റെ 2 സ്ലൈസ് ആണ്. അതിന് നെയ്മീൻ എന്നൊക്കെ പറയും. ഇത് 2 വലിയ സ്ലൈസ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് മാരിനേറ്റ് ചെയ്ത് ഒരു 30 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെക്കണം. അത് കഴിഞ്ഞെടുത്ത് ബേക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി മാരിനേഷനുള്ള കൂട്ട് തയ്യാറാക്കുന്നു. ഹാഫ് എ ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ ആൻഡ് ഹാഫ് എ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഒരു കളറിന് വേണ്ടി ഹാഫ് എ ടീസ്പൂൺ പപ്രിക്ക. ക്രഷ്ഡ് ചില്ലി പൗഡർ 1 ടീസ്പൂൺ. ഹാഫ് എ ടീസ്പൂൺ റൈസ് ഫ്ലവർ ഒരു ക്രഞ്ചിന് വേണ്ടി ഇടുന്നു. ക്രഷ്ഡ് ഫെനൽ സീഡ് ഹാഫ് എ ടീസ്പൂൺ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ. 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിക്കുന്നു. പാകത്തിന് സോൾട്ട് ചേർക്കുക. 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ചേർക്കുന്നു. ഈ കൂട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത കൂട്ട് ചേർത്ത് മാരിനേറ്റ് ചെയ്യുന്നു. 2 സൈഡും നല്ലതുപോലെ മാരിനേറ്റ് ചെയ്യണം. 2 സൈഡും നല്ലതുപോലെ മാരിനേറ്റ് ചെയ്യണം. ഇത് ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ചിരുന്നതാണ്. സ്കിന്നൊക്കെ ഇളക്കി കളഞ്ഞതാണ്. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. മാരിനേറ്റ് ചെയ്ത ഈ ഫിഷ് 30 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വയ്ക്കണം. ആദ്യമായിട്ടാണ് ഞാൻ കിങ് ഫിഷ് ബേക്ക് ചെയ്യുന്നത്. നല്ലതായിട്ട് വരുമെന്ന് കരുതുന്നു. ഈ ഫോയിൽ ട്രേയിലാണ് ഞാൻ ഫിഷ് ബേക്ക് ചെയ്യുന്നത്. ഇത് നല്ലതുപോലെ ഓയിൽ അപ്ലൈ ചെയ്യുക. റെഡി ടു ബേക്ക്. 400 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വയ്ക്കുന്നു. തേർട്ടി 35 മിനിറ്റ്സ് കൊണ്ട് ഫിഷ് റെഡി ആയിട്ടുണ്ട്. ഒരു 20 മിനിറ്റ്സ് ആകുന്ന ഉടനെ ഫ്ലിപ്പ് ചെയ്തിടണം. അത് കാണിച്ചില്ല. 20 മിനിറ്റ്സിൽ ഫ്ലിപ്പ് ചെയ്തിരുന്നു. കിങ് ഫിഷ് ബേക്ക്ഡ് ആകാനായിട്ട് അല്പം എക്സ്ട്രാ ടൈം എടുക്കും. ഇത് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാൻ പോവുകയാണ്. ബേക്ക്ഡ് ഫിഷ് റെഡി. Baked fish and vegetables is a very good combination. Thank you for watching. Please subscribe, like and share.